ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ രാത്രിയിലത്തെ കിച്ചൺ ക്ലീനിങ് ആണ്. നമ്മൾ എല്ലാ ദിവസവും കാലത്തെ പണികളെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കുറച്ച് പണികളൊക്കെ എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിന് മുമ്പ് ആദ്യം തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളുമ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ ഫുഡിൻ്റെ, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ടേബിളൊക്കെ നല്ല ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ഒഴിച്ച് നല്ല രീതിക്ക് തുടച്ചിടുന്നുണ്ട്. അതിന് ശേഷം ചെയറൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിടുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലെ ക്ലീനിങ്ങിന് ചെല്ലുന്നത്. അപ്പോൾ കിച്ചൻ്റെ ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ മാറ്റി സേഫാക്കി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ഫുഡൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതല്ല, ഒഴിവാക്കേണ്ട ഫുഡൊക്കെ ഞാൻ മാറ്റി വേസ്റ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി എല്ലാ ഫുഡും കൂടി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വെറുതെ ഫ്രിഡ്ജ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഉറപ്പുള്ള ഫുഡ് മാത്രമേ ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ടൂ. അതിന് ശേഷം ഞാൻ കിച്ചണിലെ സിങ്കിലുണ്ടായ പാത്രങ്ങളൊക്കെ വർക്ക് ഏരിയയിലെ സിങ്കിൽ കൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമ്മൾ കിച്ചണിലെ സിങ്കിലല്ല പാത്രങ്ങൾ കഴുകുക, വർക്ക് ഏരിയ സിങ്കിലാണ്. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി ഞാൻ ഗ്യാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഗ്യാസൊക്കെ തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സിലിണ്ടർ വേഗം ഓഫ് ചെയ്തിട്ടാണ്. നമ്മുടെ എല്ലാ ദിവസവും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാത്രിയായാലും കാലത്തായാലും സിലിണ്ടർ മാക്സിമം ഓഫ് ചെയ്തിടുന്നതായിരിക്കും സേഫ്. കാരണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരറിയാണ്ട് ഗ്യാസിൻ്റെ ആ നോബൊക്കെ തിരിക്കുകയാണെങ്കിൽ ഗ്യാസ് ലീക്കാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ മാക്സിമം എപ്പോഴും ഉപയോഗം കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫ് ചെയ്തിടാം. നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പുറത്താണെങ്കിലും ഉള്ളിൽ അത് ഓഫ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി അത് ഓഫ് ചെയ്തിട്ടാണ് ഗ്യാസ് ക്ലീൻ ചെയ്ത് വെക്കാറ്. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് ജസ്റ്റ് തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം ആദ്യം. അതിന് ശേഷം ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആ സ്റ്റീലിൻ്റെ ഭാഗം അങ്ങനെ വെറുതെ തുടച്ചാൽ ചിലപ്പോൾ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ സ്ക്രബ്ബർ വെച്ചിട്ട് ആ സ്റ്റീലിൻ്റെ ഭാഗത്തൊന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഗ്യാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കണേ. ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം നമ്മൾ തുടച്ചെടുത്താൽ പോരാ, ഗ്യാസിൻ്റെ അടിഭാഗവും തുടയ്ക്കണം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് പ്രഷർ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഓരോന്നൊക്കെ തെറിച്ച് ചുമരുമ്മയ്ക്കൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അടിയിലും മുകളിലും സൈഡിലും ഒക്കെ നല്ല രീതിക്ക് തുടച്ച് വൃത്തിയാക്കണം. പകൽ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാൽ ഗ്യാസ് കൈയോടെ തന്നെ തുടച്ചിടാറുണ്ടെങ്കിലും ഇതുപോലെ ഡീപ്പായിട്ട് തുടയ്ക്കാറില്ല കേട്ടോ. രാത്രി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഗ്യാസിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ ഞാൻ നന്നായി തുടച്ചെടുക്കാറ്. പകൽ ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും പിന്നെ ഗ്യാസിൻ്റെ മുകൾ ഭാഗത്തും വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാറേ ഉള്ളൂ. രാത്രിയാണ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കാലത്തെ എല്ലാ കുക്കിങ്ങിൻ്റെയും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഗ്യാസിൻ്റെ അടിഭാഗത്തൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ അടിഭാഗത്തൊക്കെ പൊക്കി തുടച്ച് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ട ഇതൊക്കെ എടുത്ത് മാറ്റി നല്ല തിരിക്ക് തന്നെ ആ മുക്കും മൂലയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തിരിച്ച് പാത്രങ്ങൾ അത് ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ചു വന്നപ്പോഴാണ് ചോറ് ബാക്കിയുള്ളത് വെള്ളം ഒഴിച്ചിട്ടില്ലാന്ന് കണ്ടത്. അപ്പോൾ വേഗം ഞാൻ ചോറ് വെള്ളം ഒഴിച്ചിടാണ്. നാളെ നമുക്കത് തിളപ്പിച്ച് വാർത്തെടുക്കാം. അതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജനലുമ്പോൾ ഞാൻ കുറച്ച് ബൗൾസിൽ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ അത് എടുത്തിട്ട് തുടച്ചു കൊടുത്തില്ലെങ്കിൽ ജനലുമൊക്കെ നല്ലോണം പൊടി വരും. അപ്പോൾ അത് ദിവസവും ഞാൻ തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. അത് തുടച്ചതിന് ശേഷം നമ്മൾ ജനൽ അടച്ചിടാണ്. രാത്രി എല്ലാ ദിവസവും ജനൽ അടച്ചിടണം. കാരണം രാത്രി നമ്മൾ കിച്ചണിൽ വരാത്തപ്പോൾ വല്ല പാമ്പോ എന്തെങ്കിലും കിഴഞ്ഞ അകത്തേക്ക് കയറി അറിയില്ലല്ലോ. അപ്പോൾ കാലത്ത് ജനൽ തുറന്നിടാൻ, രാത്രി ജനൽ അടച്ചിടണം കേട്ടോ. ജനലിൻ്റെ കമ്പികൾ എനിക്ക് എല്ലാ ദിവസവും തുടയ്ക്കാൻ എത്താറില്ല. അതായത് ജനൽ ഇത്തിരി ഹൈറ്റിലായ കാരണം എനിക്ക് കൗണ്ടർ ടോപ്പുമ്പോൾ കയറി നിന്നിട്ട് വേണം ജനൽ തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജനലിൻ്റെ കമ്പികളൊക്കെ 2 ആഴ്ച കൂടുമ്പോഴേക്ക് തുടച്ചെടുക്കാറുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ കിച്ചണിലെ സിങ്ക് ഒന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മളിവിടെ പാത്രങ്ങൾ കഴുകാറില്ലെങ്കിലും ചെറിയ ചെറിയ ടീസ്പൂണുകളോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങൾ കുഞ്ഞ് തട്ട് അങ്ങനത്തെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കഴുകി വെറുതെ ഒന്ന് കഴുകിയെടുക്കാറുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ദിവസവും കിച്ചണിലെ സിങ്ക് നന്നായി കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കണേ. അതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള വെള്ളമൊക്കെ തുടയ്ക്കുകയാണ്. ഞാൻ സിങ്ക് കഴുകാനായിട്ട് എടുക്കണ സ്ക്രബ്ബറല്ല പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത്. പാത്രം കഴുകാനായിട്ട് വേറെ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്, സിങ്ക് കഴുകാനായിട്ട് വേറെ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യണേ.
അപ്പോൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണേ. അടുക്കളയുടെ മുകളിലും താഴത്തുമുള്ള കബോർഡുകൾ എനിക്ക് എത്താവുന്നതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിടും ദിവസവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കയ്യുമുള്ള വെള്ളം ഇങ്ങനെ കുടയുമ്പോൾ അതുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ ദിവസവും തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വർക്ക് ഏരിയയിൽ വന്നിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ കഴുകാണ്. ഞാൻ ആദ്യം കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാത്രങ്ങൾ വർക്ക് ഏരിയയിൽ സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിൽക്കണേ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ വേഗം തന്നെ പാത്രം കഴുകി വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുന്നുണ്ട്. മിക്കപ്പോഴും പാത്രങ്ങൾ കുന്നുകൂട്ടാണ്ട് അതാത് നേരത്തെ തന്നെ കഴുകിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ രാത്രി എപ്പോഴും കുറച്ച് കൂടുതൽ പാത്രങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ, കാരണം അന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ അത്യാവശ്യത്തിന് പാത്രങ്ങൾ കുറച്ചുണ്ടാവും. അതെല്ലാം കഴുകി മാറ്റി സിങ്കൊക്കെ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകാണ്ട് സിങ്കിൽ കുന്നുകൂട്ടിയിട്ടിട്ട് നാളെ കാലത്ത് കഴുകാമെന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നാളെ കാലത്ത് എണീക്കുമ്പോൾ നമുക്കത് ഇരട്ടി പണിയായി മാറും കേട്ടോ. കാരണം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേണം നാളെ ഇനി കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കുറേ സമയം അവിടെ പോകും. പിന്നെ കാലത്ത് തന്നെ ഈ പാത്രങ്ങളായിട്ട് കഴുകിയിരിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഒരു ബാഡ് ദിവസമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ പറ്റാവുന്നിടത്തോളം പണികൾ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ട് കിടക്കുക. നാളത്തേക്കും കൂടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതും കൂടി ചെയ്ത് വെച്ചിട്ട് രാത്രി കിടക്കായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ ഇത്തിരി കൂടി എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കും കേട്ടോ. ഇപ്പോൾ നാളത്തേക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നാളത്തേക്കുള്ള എന്തെങ്കിലും ഉപ്പേരിക്കുള്ള വല്ല കഷ്ണങ്ങൾ അരിഞ്ഞ് വെക്കുകയോ, അല്ലെങ്കിൽ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനോ, അങ്ങനെ എന്തെങ്കിലും എളുപ്പപ്പണി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കാലത്ത് എണീക്കുമ്പോൾ ഇത്തിരി കൂടി പണി എളുപ്പമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സിങ്കിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയ തുണികളുണ്ടല്ലോ, അതൊക്കെ ഇത് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് നമ്മൾ ദിവസവും രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. പിന്നെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കല്ലുമിട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി ഉണക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് വിരിച്ചിടുന്നുണ്ട് ഉണങ്ങാനായിട്ട്, നനഞ്ഞ തുണിയാലോ. അതിന് ശേഷം ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി അതാത് സ്ഥാനത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലത്ത് നമ്മുടെ പാത്രങ്ങൾ എവിടെ ഇരിക്കണേന്ന് അന്വേഷിച്ച് തപ്പി നടക്കേണ്ട അവസ്ഥ വരില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ നിർത്താറുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കിച്ചൻ്റെ ക്ലീനിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സഹായിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.